ഹലോ, ഇന്നൊരു കൊച്ചു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റതാണ്. കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ പിള്ളേർ വഴക്കായിരുന്നു. പിന്നെ അവരെ കുറച്ച് നേരമൊക്കെ കൊണ്ടു നടന്നു. രണ്ടുപേരെ ഉറക്കി. ഇപ്പോൾ രണ്ടുപേരും ഉറങ്ങിയ സമയത്താണ് ഞാനിപ്പോൾ വന്നിട്ട് വീഡിയോ എടുക്കുന്നത്. പിന്നെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒതുക്കലും മടക്കലൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം ഒന്നും വീഡിയോ എടുത്തില്ല. ഫോണിൽ ചാർജ് ഇല്ലാഞ്ഞുകൊണ്ട് ഫോൺ കുത്തിയിട്ടേക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ സമയം ഒരു 8:30 ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ വന്നിട്ട് ഗോതമ്പ് പൊടി നനയ്ക്കുവാണ് കേട്ടോ, ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എല്ലാവർക്കും ഗോതമ്പ് ദോശ ഇഷ്ടമാണ്, എനിക്കിഷ്ടമില്ല. അപ്പം ഞാൻ വെറുതെ ഗോതമ്പ് പൊടി ഇരിക്കണ കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട്, നമുക്ക് ഗോതമ്പ് കിട്ടും നഴ്സറിയിൽ നിന്ന്. അപ്പോൾ അതിങ്ങനെ പൊടിപ്പിച്ച് വെച്ചിട്ട് വെറുതെ കളയണ്ടല്ലോ എന്ന് ഓർത്ത് ദോശ ഉണ്ടാക്കി വെക്കാമല്ലോ. അപ്പോൾ ഞാൻ ചില ദിവസം അടയൊക്കെ ഉണ്ടാക്കും. കൂടുതൽ ദിവസം അടയാണ് ഉണ്ടാക്കാറ്. അതാകുമ്പോഴത്തേക്കും ഞാൻ കഴിക്കും, ഉള്ളിൽ ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ട്. ദോശയോട് വലിയ താല്പര്യമില്ല. അപ്പോൾ എന്തായാലും ഇവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കും, എന്നിട്ട് ഞാൻ ചോറ് കഴിക്കും കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ അകത്ത് കറണ്ട് പോകുകയും വരികയും ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അകത്തൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പുറത്തേട്ട് വന്നതാണ്. അപ്പോൾ ഇപ്പുറത്ത് ചേട്ടൻ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടനോടാണ് ഞാൻ സംസാരിക്കുന്നത്. മറ്റേ ഹരിതകർമ്മസേനയ്ക്കുള്ള പ്ലാസ്റ്റിക്കൊക്കെ ചേട്ടൻ ചാക്കിൽ നിറയ്ക്കുമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വർത്താനമൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പുതിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നേരത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നത് പോയി കേട്ടോ. ഇങ്ങനെ ഉരച്ചൊരച്ച് അതിൻ്റെ ഇതൊക്കെ പോയി. അപ്പോൾ ഇത് പുതിയ പാൻ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. നല്ലതാണ്, ഇതിലധികം റേറ്റ് ഒന്നുമില്ല. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇത് ഓർഡർ ചെയ്തത്. ഞാൻ 2-3 വട്ടം ആലോചിച്ചു ഓർഡർ ചെയ്യണോ വേണ്ടയോ. കാരണം ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയുള്ളതാണ് കിട്ടുന്നത് എന്നൊന്നും നമുക്കറിയത്തില്ല, ക്വാളിറ്റി ഉള്ളതാണോ എന്ന് നമുക്കറിയത്തില്ലാത്തതുകൊണ്ട് കുറേ വട്ടം ആലോചിച്ചു. പിന്നെ ഓർഡർ ചെയ്തു. നല്ലതാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ദോശ. അങ്ങനെ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി. ഇവിടെ ആണെങ്കിൽ കുറച്ച് ക്ലാരിറ്റി കുറവാണ് കേട്ടോ. നമുക്ക് ട്രൈപോഡ് വെച്ച് വീഡിയോ എടുക്കാനാണെങ്കിൽ ക്ലാരിറ്റി കുറവാണ്. പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാനാണെങ്കിൽ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, ആ മാവൊക്കെ കലക്കിയ പാത്രവും പിന്നെ രാവിലെ കട്ടൻ കുടിച്ച ഗ്ലാസ് പാത്രം, അതൊക്കെ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വന്ന് കഴുകാമെന്ന് വെച്ചു കേട്ടോ. കുറേ പാത്രങ്ങളുണ്ടായിരുന്നു, ഒരു ലോഡ് പാത്രം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അമ്മ കഴുകി വെച്ചു. ഞാൻ ആ സമയത്ത് ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അമ്മ പാത്രങ്ങളെല്ലാം കഴുകി അമ്മയുടേതായ കുറേ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ചോറൊക്കെ രാവിലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അനിയന് പണിക്ക് പോകുന്നതുകൊണ്ട് തന്നെ രാവിലെ ആയിട്ട് ചോറൊക്കെ വെക്കും. അമ്മയാണ് രാവിലെ ആയിട്ട് ചോറൊക്കെ വെക്കുന്നത് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ എന്നാൽ ദോശ ഉണ്ടാക്കി കഴിഞ്ഞുള്ള ബാക്കി പാത്രമൊക്കെ അങ്ങ് കഴുകി വെച്ചേക്കാമെന്ന് കരുതി കയ്യോടെ. ഇവിടെ നിന്നാണ് നമ്മൾ പാത്രം കഴുകണേ. ഇവിടെ ശരിക്കും അകത്തെ അടുക്കളയിൽ സിങ്കൊന്നും പിടിപ്പിച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ അകത്തെ അടുക്കള കുറച്ച് പണിയൊക്കെ ഉണ്ട്, ഒരുപാട് പണി ചെയ്യാനുണ്ട്, അടുപ്പിടാനുണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് കൊണ്ട് കയറി താമസിച്ചിട്ടില്ല. അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ, ചോറ് അങ്ങനെയുള്ള കറികൾ, മീൻകറി അങ്ങനെയുള്ള കറികളൊക്കെ വെക്കുന്നത് പുറത്തെ അടുപ്പിലാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയ പലക പോലത്തെ തട്ടനിയൻ കെട്ടി തന്നെയാണ് പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പാത്രവും കാര്യങ്ങളൊക്കെ കഴുകുന്നത് കേട്ടോ. അതിന് ശേഷം പിന്നെ എന്താ പറയുക, കുറച്ച് പാത്രമേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. അപ്പോൾ ആ ഒരു സൈഡിൽ ഇരിക്കുന്ന ഒരു വീപ്പ് പോലത്തെ സംഭവത്തിലാണ് നമ്മൾ വെള്ളമൊക്കെ എടുത്ത് വെക്കുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ട്. തൊട്ടിപ്പുറത്ത് ടാങ്കുണ്ട്, 3 ടാങ്കുണ്ട് കേട്ടോ മൊത്തം. അപ്പോൾ തൊട്ടിപ്പുറത്ത് പാത്രം കഴുകണതിൻ്റെയൊക്കെ ഇവിടെ വെക്കാൻ വേണ്ടിയിട്ടൊരു ടാങ്കുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വെള്ളം അതിലായിട്ട് ആ കറുത്ത സൈഡിൽ കാണുന്ന കറുത്ത കുറ്റിക്ക് അതോട്ട് പകർത്തും. അതിന് ശേഷം ആണ് നമ്മൾ അവിടുന്ന് വെള്ളം എടുത്ത് പാത്രമൊക്കെ കഴുകുന്നത് കേട്ടോ. അപ്പം ഇവിടെ മഴയൊക്കെ ആയതുകൊണ്ട് കഴിഞ്ഞ ദിവസമൊന്നും ഇവിടെ ഒന്നും അങ്ങനെ പാത്രമൊന്നും കഴുകാൻ പറ്റിയില്ല. എല്ലാം ഇങ്ങനെ കൂട്ടി ഇടിച്ചേക്കുമായിരുന്നു. എന്നിട്ട് അമ്മ നിന്ന് തുറച്ച് കിട്ടിയപ്പോൾ എല്ലാം എടുത്ത് കഴുകി. ഒരുപാട് പാത്രം ഉണ്ടായിരുന്നു, അതെല്ലാം കഴുകി. അപ്പം ഞാൻ കഴുകാമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അമ്മ ഞാൻ കഴുകിക്കോളാമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പം ബാക്കി വീഡിയോസ് നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ നമ്മുടെ പാത്രം കഴുക്കെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ കഴുകിയ പാത്രമൊക്കെ ഞാൻ അകത്ത് കൊണ്ട് വെക്കുവാണ് കേട്ടോ. അപ്പോൾ അമ്മയാണെങ്കിൽ ആ സൈഡിലിരുന്ന് ദോശ കഴിക്കുവാണ്. അപ്പം ഞാനവിടെ ട്രൈപോഡും ഫോണൊക്കെ കൊണ്ട് വെച്ചേക്കണം, അങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ. എങ്കിൽ നീ എടുത്ത വീഡിയോസൊക്കെ ഒന്ന് കാണിച്ചതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറയുവാണ്, ഞാൻ എഡിറ്റൊക്കെ ചെയ്ത് എല്ലാം റെഡിയാക്കി വോയിസ് ഓവറൊക്കെ കൊടുത്തതിന് ശേഷം കാണിക്കാമെന്ന് കേട്ടോ. പിന്നെ ഞാൻ അകത്തേക്ക് വന്നു. അപ്പോൾ കുഞ്ഞുവാവിനെ ഞാനിവിടെ ഉറക്കി കിടത്തിയിട്ടുണ്ട്. അമ്പാടീനെ അനിയൻ കുളിപ്പിച്ചു കേട്ടോ. ഇന്ന് അനിയന് പണിയില്ലായിരുന്നു. അപ്പം അമ്പാടിയെ അനിയൻ കുളിപ്പിച്ചു. രാവിലെ 8 മണിയൊക്കെ ആകുമ്പോൾ 2 പേരെയും കുളിപ്പിക്കണതാണ്. അപ്പോൾ 2 പേരും രാവിലെ വഴക്കും കാര്യങ്ങളൊക്കെ ആയി ഒന്ന് ഉറങ്ങിയൊക്കെ എണീറ്റാണ്. കുഞ്ഞുവാവ ഉറങ്ങി എണീറ്റിട്ടില്ല, തൊട്ടിയിൽ കിടക്കുവാണ്.
അപ്പം അമ്പാടി എണീറ്റ സമയത്ത് അവനെ പിന്നെ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ച്, അപ്പം അനിയനാണെങ്കിൽ അതിനുള്ള ഉടുപ്പൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ രാവിലത്തെ ആ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞു. ഫോണിൽ ചാർജ് ഇല്ലാഞ്ഞുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുറച്ച് വീഡിയോസ്, അതായത് നമ്മൾ ഫുഡ് കഴിക്കുന്ന അതൊന്നും എടുത്തില്ലായിരുന്നു രാവിലെ. പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും ചോറ് കഴിച്ചു. ചോറിന് മുട്ടക്കറി ആയിരുന്നു. എനിക്ക് ചോറിൻ്റെ കൂടെ മുട്ടക്കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കൂടുതലും പേര് അപ്പം, ഇടിയപ്പം അതിനൊക്കെയാണ് മുട്ടക്കറി ഉണ്ടാക്കാറ്. പിന്നെ പിള്ളേർ രണ്ടുപേരെ അങ്ങനെ കുളിപ്പിച്ചൊക്കെ ഉറക്കി. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട്, എൻ്റെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള സ്ഥിരം പണിയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കൽ. കുറച്ച് പച്ചരി ഇരിപ്പുണ്ടായിരുന്നു, എന്നാൽ ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് കരുതി. കഴിഞ്ഞ ദിവസം 2-3 തവണ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കി. ഒരു തവണ പച്ചരി വെച്ചുണ്ടാക്കി, പിന്നെ ഒരു തവണ അമൃതം പൊടി വെച്ചുണ്ടാക്കി. ഇപ്പോൾ ഇന്ന് ഞാൻ അപ്പപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. നല്ല സ്മൂത്തി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്, നല്ല ഇങ്ങനെ പതിന്നിരിക്കണേ ഉണ്ണിയപ്പമാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ഉണ്ണിയപ്പ ചട്ടി ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്തതാണ്. ഇത് മേടിച്ചിട്ടൊരു 4 വർഷം കൊണ്ടായിട്ടുണ്ട്, 4-5 വർഷം കൊണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ഒരു ഉണ്ണിയപ്പ ചട്ടി മേടിച്ചിട്ട്. അപ്പം പിന്നെ അമ്മയും ചേട്ടനും ഇരുന്ന് കഴിക്കുവാണ് കേട്ടോ ചോറൊക്കെ. അതിന് ശേഷം പിന്നെ ഞാൻ പോയി കുറച്ച് അലക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും വാവക്കുട്ടൻ എണീറ്റു. കുഞ്ഞു വാവ ഉറങ്ങി എണീറ്റു കേട്ടോ. അതിനൊക്കെ ശേഷം പിന്നെ രാത്രിക്കാണ് പിന്നത്തെ വീഡിയോ എടുത്തത്. അപ്പം അനിയൻ അവിടെ നിന്ന് ചോറ് കഴിക്കുവാണ്. അപ്പോൾ ഇവിടെ 2 പേരുടെ സ്നേഹപ്രകടനമാണ് കേട്ടോ. കുഞ്ഞുമാവനെ കൈ കൊടുക്കാൻ പറഞ്ഞ് അമ്പാടി എപ്പോഴും വഴക്കാണ്. അവൻ അതിന് മാത്രം ആയില്ല, അമ്പാടിക്ക് 2 വയസ്സേ ആയുള്ളൂ. കുഞ്ഞിക്കുട്ടന് ഇപ്പോൾ 4 മാസമായി കേട്ടോ. ഈ മാസം 3-ാം തീയതി വന്നപ്പം 4 മാസമായി. പിന്നെ അമ്പാടിയും അനിയനും കിടന്നുറങ്ങി. അമ്പാടി താഴെയാണ് കേട്ടോ കിടക്കുന്നത്. ചേട്ടനും അമ്പാടിയും അനിയനും കൂടിയിട്ട് താഴെ കിടക്കയിട്ടാണ് കിടക്കുന്നത്. പിന്നെ ഞാനും കുഞ്ഞുവാവയും കട്ടിലാണ് കേട്ടോ കിടക്കണേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.